ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഭർത്താവിന്റെ പരസ്ത്രീ ബന്ധം, നമ്മൾ അതിന് പരിഹാരങ്ങൾ പണ്ട് നിർദ്ദേശിച്ചിരുന്നു. ഏതോ ഒരു വീഡിയോയിലൊക്കെ നമ്മൾ അതിന്റെ പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിച്ചിരുന്നു. ഭർത്താവിന്റെ പരസ്ത്രീ ബന്ധം എങ്ങനെയാണ്? ഇപ്പൊ ഉദാഹരണമായിട്ട് പല സ്ത്രീകളും വിളിച്ച് പറയാറുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന്. എങ്കിലും ഭർത്താവ് പരസ്ത്രീയുമായിട്ടൊരു ബന്ധമുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ എങ്ങനെയാണ് നമ്മൾ, ഭർത്താവ് ഭാര്യയ്ക്കൊരു പരപുരുഷ ബന്ധം ഉണ്ടെന്ന് കണ്ടാൽ ഉടനെ അവിടെ അടിയായി ഇടിയായി പിന്നെ ഡിവോഴ്സായി. പക്ഷെ തിരിച്ച് ഭർത്താവിന് ഒരു പരസ്ത്രീ ബന്ധം ഉണ്ടെന്ന് കണ്ടാൽ നമ്മൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്? ചില സ്ത്രീകൾ ആകെ കെട്ടറിഞ്ഞ് പൊട്ടിച്ചെതറി കരഞ്ഞ് ബഹളം ഉണ്ടാക്കി ഡിപ്രഷനായി ആത്മഹത്യ ചെയ്യാൻ പോയി, ബന്ധം വേണ്ടാന്ന് വെച്ചു, സൂയിസൈഡ് ചെയ്തു, അങ്ങനെയൊക്കെ പലതും സംഭവിക്കാം. പക്ഷെ എങ്ങനെയാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് ഇതിന് പഠനം നടത്തിയിട്ടുണ്ട്. കാരണം ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? മാനസിക തലത്തിൽ കൗൺസിലിങ്ങിലും മെന്റൽ ഇതൊക്കെ ആയിട്ട് പല കാര്യങ്ങളും ഈ ഒരു പരസ്ത്രീ ബന്ധത്തെക്കുറിച്ച് ചർച്ചയ്ക്ക് വിഷയമായിട്ടുണ്ട്. കാരണം ഇത്തരം ഒരു അവസ്ഥയിൽ പെടുന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ തൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്നും ആ ബന്ധം തനിക്ക് അറിയാമെന്നും തൻ്റെ കണ്ണിൽ അത് പലതവണ താൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും കണ്ടു കഴിഞ്ഞാൽ സ്ത്രീ അപ്പോൾ തന്നെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുമോ? അതാണ് അവിടുത്തെ ചോദ്യം. ഉപേക്ഷിച്ച് പോകുമോ? നമ്മളെല്ലാവരും അപ്പം തന്നെ പറയും പിന്നെ ഞാൻ എടുക്കില്ല, നമ്മൾ ഇട്ട് കളഞ്ഞിട്ട് പോകുമെന്ന് പറയും. ഒരു സ്ത്രീക്ക് ഭാര്യ എന്നുള്ള രീതിയിൽ ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്തതാണ്, അതുകൊണ്ട് നമ്മൾ ഉപേക്ഷിച്ച് പോകുമോ എന്നാണ് ചോദ്യം. അയാളെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുമോ? തൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെയായിട്ട് ഇനി ഒരു കോംപ്രമൈസും ഇല്ല, തന്നെ ഞാൻ എടുത്ത് കളയുകയാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന്, തനിക്ക് തൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്താക്കുമോ? കഠിനമായ കുറ്റപ്പെടുത്താമോ? ഇനി അതുമല്ല, എന്നെ എങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ ചെയ്തില്ലേ, വഞ്ചിച്ചില്ലേ, ചതിച്ചില്ലേ, കൊന്നില്ലേ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുമോ? ഇതൊക്കെ ചോദ്യം ആരോടാണ്? നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി വിവാഹമോചനത്തിന് ശ്രമിക്കുമോ? വിവാഹമോചനത്തിന് പോയിട്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ കേസ് കൊടുത്ത് വിവാഹമോചനത്തിന് ശ്രമിക്കുമോ? പ്രതികാരം വീട്ടാനായിട്ട് ചില സ്ത്രീകളുണ്ട്, പരപുരുഷൻ ബന്ധം പരസ്ത്രീ ബന്ധം ഉണ്ട് എന്ന് കാണുമ്പോൾ ഉടനെ തന്നെ തനിക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്നാൽ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് വേറെ ഉടനെ ഭാര്യ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ, മനസ്സ് തുറക്കാൻ പറ്റുന്ന ഒരാളുടെ കൂടെ പരപുരുഷ ബന്ധത്തിന് അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിന് വഴിതെളിക്കുന്നു. ഇതെല്ലാം ഇതിന് പ്രതിവിധിയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ സാധാരണ ഒരു മനുഷ്യന്റെ മാനസിക വ്യാപാരങ്ങളാണ്, മനസ്സിൽ വരുന്ന ചിന്തകളും പ്രവൃത്തികളുമാണ്. ഏറ്റവും നല്ല ഒരു വഴിയെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്ന് സംഭവിച്ചു എന്ന് വിചാരിക്കുക. എല്ലാവർക്കും സാധിക്കില്ല, പലരും കുറ്റപ്പെടുത്തുമായിരിക്കും. എങ്കിൽ തന്നെയും ആദ്യം തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ നിശബ്ദത പാലിക്കുക. ചാടിക്കയറി ഒച്ചപ്പാടും ബഹളവും അടിയും വഴക്കും പ്രശ്നമൊക്കെ പിറ്റേ ദിവസം നമ്മൾ ഡിവോഴ്സിന് കൊടുത്തു, അങ്ങനെയല്ലാതെ ആദ്യം ഒന്ന് നിശബ്ദത പാലിക്കുക. എന്നിട്ട് ഇതൊരു മഹാവിപത്തായി കൊട്ടിഘോഷിക്കുകയാണ് വേണ്ടത് എന്ന് തോന്നരുത്. കാരണം ഇതൊരു വലിയ മഹാവിപത്താണ്, എൻ്റെ ജീവിതത്തിൽ ഇനി വരാൻ പാടില്ലാത്ത ഏറ്റവും വലിയൊരു വിപത്താണ് എന്ന് കൊട്ടിഘോഷിക്കരുത്. ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ഗൗരവമുള്ള കാര്യമാണ് ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായിട്ട് പരപുരുഷ ബന്ധത്തിൽ വരുന്നു എന്നുള്ളത്, പരസ്ത്രീ ബന്ധത്തിൽ വരുന്നു എന്നുള്ളത്. അപ്പോൾ തിരിച്ചും അങ്ങനെ തന്നെയാണ്. എന്നാലും ഇത് വളരെ പ്രമാദമായിട്ട് ബന്ധുക്കളുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും മുമ്പിൽ കുട്ടിഘോഷിച്ച് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയാൽ അയാൾക്കും വാശി കൂടും. വീണ്ടും ഇത് കൂടുതൽ 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 ദൃഢമാവാൻ തുടങ്ങും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ, പബ്ലിക്കിൻ്റെ മുമ്പിൽ, ബന്ധുക്കളുടെ മുമ്പിൽ കൊട്ടിഘോഷിക്കാതെ വളരെ ഗൗരവമുള്ള കാര്യമാണ്, ഗൗരവത്തോടെ അതിനെ കാണാൻ നോക്കുക. ശാന്തതയോടെ ഒരു നിവാരണ മാർഗവും ആലോചിച്ച ശേഷം, അത് വളരെ ശാന്തതയോടെ ആലോചിക്കുക. എന്തായിരിക്കാം ഇതിനൊരു പോംവഴി? അവരെ ചെന്ന് കണ്ട് കുറെ ചീത്ത പറഞ്ഞാൽ മടിയാകുമോ? എന്താണ് ഒരു പോംവഴി? ഒരു നിവാരണ മാർഗം ആലോചിച്ച ശേഷം, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മാറ്റങ്ങൾ, നിങ്ങൾ അറിഞ്ഞിട്ടും ഭാര്യ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മാറ്റങ്ങളെ അയാളും വീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താണ് ഒരു വഴി തുറന്ന് കിട്ടും എന്നുള്ളതാണ്. എന്തായാലും ഇതിനൊരു പോംവഴി, ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടും. അത് വേണ്ട വിധത്തിൽ നിങ്ങൾ ആലോചിച്ച് അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുകയും ഒരു മൂന്നാമതൊരു വ്യക്തി ഇല്ലാതെ തന്നെ അത് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണ്, ഭർത്താവിന് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്ന് കണ്ടു കഴിയുമ്പോൾ ചാടി കയറി വിവാഹമോചന കേസിൽ അയാൾക്ക് ഉണ്ട്, ഞാൻ എൻ്റെ കയ്യിൽ തെളിവുകളൊക്കെ ഉണ്ട്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്നിട്ട് പിന്നെ നമ്മൾ സൂയിസൈഡ് ചെയ്യാൻ നോക്കി മരിച്ചില്ല, ഇതൊന്നുമല്ല അതിന് പരിഹാരം. വളരെ ഗൗരവത്തോടെ ഇത് കാണുക, ഗൗരവത്തോടെ തന്നെ കാണണം. നിസ്സാരമായിട്ട് കണ്ടാൽ പോരാ. ഇതിന് ശേഷം ഗൗരവത്തോടെ കണ്ടതിന് ശേഷം ഇതിനെ കൊട്ടിഘോഷിക്കാതെ, പബ്ലിക്കിൻ്റെയും മറ്റുള്ള ബന്ധുക്കളുടെ മുമ്പിൽ കൊട്ടിഘോഷിക്കാതെ അതിനെ വേണ്ട വഴി എന്താണെന്ന് ചിന്തിച്ച് അതിനൊരു പോംവഴി കണ്ടുപിടിച്ചതിന് ശേഷം അത് എങ്ങനെ വേണം, ഓരോ വ്യക്തികളെയും നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഓരോ
തരത്തിലായിരിക്കും. ആ തരത്തിൽ ഭർത്താവിനുള്ള ദൗർബല്യങ്ങൾ എന്തൊക്കെയാണോ ആ ദൗർബല്യങ്ങളെ നമ്മൾ എന്താണ് കണ്ടുപിടിച്ച് ആ ദൗർബല്യങ്ങളെ നമ്മൾ സ്നേഹിച്ച് അതിലൂടെ നമ്മൾ എന്താണ് നേരെയാക്കി എടുക്കാൻ നോക്കുക. അപ്പോൾ പല തരത്തിലും പല തലത്തിലും നമ്മൾ ഏർപ്പെടുന്ന ആ കാര്യങ്ങൾ ചിലപ്പോൾ എന്താണ് ജീവിതത്തിൽ സക്സസ് ആക്കാൻ പറ്റും. ഭർത്താവിന്റെ ഈ പറയുന്ന പരസ്ത്രീ ബന്ധം തന്നെ നമ്മൾ ഇല്ലാതാക്കാനും സാധിക്കും. അപ്പൊ അതിനു വേണ്ട വഴി തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിച്ച് ആലോചിച്ച് ഉറപ്പിച്ച് ശേഷം വേണം ഇത് കൈകാര്യം ചെയ്യാൻ.